ഡിപ്ലോമയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തേർഡ് സെമസ്റ്ററിലെ 30-24 സബ്ജക്റ്റ് കോഡുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പേപ്പറിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് കാണുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂയും ആവറേജ് വാല്യൂയും തമ്മിലുള്ള റേഷ്യോയെ പറയുന്നതാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.11 ആയിരിക്കും. അപ്പോൾ ഫോം ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. അതാണ് ഫോം ഫാക്ടർ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ KCL. KCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ കണ്ടുമുട്ടുന്ന കറണ്ടുകൾ, അതായത് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. അവയുടെ ആൾജിബ്രിക് സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0 കിട്ടും. അതാണ് KCL എന്ന് പറയുന്നത്. ദ ആൾജിബ്രിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് 0. സം ഓഫ് കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് കറണ്ട് ലീവിങ് ദി നോഡ്. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. അവയുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ ചോദിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. സ്റ്റാർ കണക്ഷനിൽ എന്ന് പറയുമ്പോൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, 3 ഫേസ് 4 വയർ സിസ്റ്റമാണ് RYB. 3 ഫേസ് 4 വയർ സിസ്റ്റമാണ് സ്റ്റാർ കണക്ഷൻ. ഈ സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആയിരിക്കും. അതായത് IL ഈക്വൽ ടു IPH, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. എന്നാൽ ലൈൻ വോൾട്ടേജ് VL ഈസ് ഈക്വൽ ടു √3 VPH ആയിരിക്കും. സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തുല്യമായിരിക്കും. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഇനി ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഫേസ് 3 വയർ സിസ്റ്റമാണ് RYB. ഇതിലൊരു ന്യൂട്രൽ എന്നുള്ള പോയിൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആയിരിക്കും. അതായത് ലൈൻ വോൾട്ടേജ് VL ഈസ് ഈക്വൽ ടു VPH ആയിരിക്കും. എന്നാൽ IL ഈസ് ഈക്വൽ ടു √3 IPH ആയിരിക്കും. ലൈൻ കറണ്ട് എന്ന് പറഞ്ഞത് √3 ഇൻറ്റു ഫേസ് കറണ്ട് ആയിരിക്കും. അതുപോലെ കാണുന്നൊരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചോദ്യത്തിലെ ചിത്രം. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് A ആൻഡ് B ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എയിലും ബിയിലും ഇടയിലുള്ള ആകെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഉള്ളത്തെ സർക്യൂട്ടാണ് എടുക്കേണ്ടത്. ഉള്ളത്തെ സർക്യൂട്ട് എടുക്കുമ്പോൾ ഈ 4 ഓമും ഈ 4 ഓമും ഈ 4 ഓമും എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ? 4 4 4. ഓക്കെ, അപ്പോൾ നമുക്കിത് സീരീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒക്കെ പാടെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് 4 + 4 + 4 എത്ര കിട്ടും? 12 കിട്ടും. അതേപോലെയാണ് ഈ രണ്ടും സീരീസ് ആണ്. അപ്പോൾ നമുക്ക് 3 പാടെ കൂട്ടുമ്പോൾ എത്ര? 2 2 4 2 6. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് ആകെ മാറ്റി വരയ്ക്കാം. ഉള്ളിലിരിക്കുന്ന ഈ സർക്യൂട്ട് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി വരയ്ക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഓം 4 ഓം 12 ഓം. അതിന് സീരീസ് ആയിട്ട് 6 ഓം. ഇവിടെ എത്രയാണ്? 5 ഓം. ഇനി നമുക്കറിയാം ഈ 12 4 എങ്ങനെയാണ്? പാരലലാണ്. അത് 6ന് പാരലാണ്. അപ്പോൾ 12 4 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തിങ്ങനെ ചെയ്യാം? R1 R2 ഡിവൈഡ് R1 + R2. അതായത് 12 × 4 ഡിവൈഡ് 12 + 4. 12 × 4 പറഞ്ഞാൽ 48. 48 ഡിവൈഡ് 16. അപ്പോൾ എത്ര കിട്ടും? 3 ഓം എന്ന് കിട്ടും. അപ്പോൾ സർക്യൂട്ട് പിന്നെയും ചെറുതായി 3 ഓം പാരലൽ ടു 6 ഓമായി. അപ്പോൾ നമുക്ക് ഇത് രണ്ട് പാരലൽ നമുക്കറിയാലോ
R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 പ്ലസ് 6 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വലിയ സർക്യൂട്ടിനെ ഇപ്പോൾ ചെറുതാക്കിയിട്ട് എന്തായി, ആദ്യം ഒരു 5 ഓം ഉണ്ട്, പിന്നെന്തുണ്ട് ഒരു 2 ഓം ഉണ്ട്, പിന്നെന്തുണ്ട് ഒരു 6 ഓം ഉണ്ട്. ഇത് സീരീസ് കണക്ഷനോട് നേരെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 5 പ്ലസ് 2 പ്ലസ് 6 13 ഓം എന്ന് കിട്ടും. അതിന് ചിത്രം റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സീരീസ് സർക്യൂട്ട് ആകുമ്പോൾ സീരീസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും, R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര ആയിരിക്കും. എന്നാലൊരു പാരലലാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, രണ്ടെണ്ണം R1 R2 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സീരീസ് കണക്ഷൻ ആകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് നേരെ ഇങ്ങനെ ആഡ് ചെയ്ത് പോരാ. പക്ഷേ പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് സംഭവിക്കും. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റുമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ചോദ്യം തന്നുണ്ട്, നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം. എ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഹാസ് ദ ഫോളോയിങ് ആവറേജ് ഇലക്ട്രിക്കൽ കൺസംഷൻസ് പെർ ഡേ. 4 ബൾബുണ്ട് 40 വാട്ടിൻ്റെ, അത് 5 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 2 ഫാനുണ്ട് 60 വാട്ടിൻ്റെ, അത് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട് 2 കിലോ വാട്ടാണ്, അത് 1 അവറാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വാട്ടർ പമ്പുണ്ട് 0.5 കിലോ വാട്ടാണ്, അത് 3 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 1 യൂണിറ്റ് ഓഫ് എനർജീൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3 രൂപ 50 പൈസയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക്കായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ് ഒരു കിലോ വാട്ട്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നേരിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ കോളം വരയ്ക്കുക. ആ ടേബിൾ കോളം വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒന്നിലെന്താണ് SL നമ്പർ കൊടുക്കുക, ഒന്നെന്താണ് ഐറ്റമാണ്, ഈ നമ്പർ ഓഫ് ഐറ്റം, വാട്ട്, ഹവർ, എനർജി കൺസംഷൻ. അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 4 ബൾബുണ്ട് 40 വാട്ടിൻ്റെ. അപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാൽ ബൾബ്, നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ് 4, 1ൻ്റെ വാട്ട് എത്രയാണ് 40, വർക്കിംഗ് ഹവർ എത്രയാണ് 5. അപ്പോൾ നമുക്ക് നേരിട്ട് ഗുണിക്കാം. 4 ഇൻറ്റു 40 ഇൻറ്റു 5, 4 ഇൻറ്റു 40 ഇൻറ്റു 5. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് എല്ലാം പാടെ കൂട്ടിയിട്ട് എത്ര വാട്ട് കിട്ടും, ആ വാട്ടിനെ ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത്ര കിലോ വാട്ട് ഹവറെന്ന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം, ടേബിളൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്ത് നോക്കി നോക്കും. 4 ബൾബുണ്ട് 40 വാട്ടാണ് 5 അവർ, നേരിട്ട് ഗുണിച്ചു. അതേപോലെ 2 ഫാനാണ് 60 വാട്ടാണ് 8 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. രണ്ടാമത്തെ വരുന്നത് 2 കിലോ വാട്ടിൻ്റെ ഒരു ഹീറ്ററാണ്. അപ്പോൾ 2 കിലോ വാട്ട് പറഞ്ഞാൽ നമുക്കറിയാലോ, 1000 വാട്ടാണ് 1 കിലോ വാട്ട് അല്ലേ. അപ്പോൾ 2 കിലോ വാട്ട് പറഞ്ഞാൽ എത്ര വരും, 2000. അങ്ങനെയാണ് 1 ഇൻറ്റു 2000 ഇൻറ്റു 1 വന്നിരിക്കുന്നത്. പിന്നെ 0.5 കിലോ വാട്ട് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത് 500 എന്ന് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് 1 ഇൻറ്റു 500 ഇൻറ്റു 3 ഒക്കെപ്പാട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 5260 വാട്ട് അവർ കിട്ടി. ഡിവൈഡ് ബൈ 1000 ചെയ്തപ്പോൾ എന്തായി 5.26 കിലോ വാട്ടാണ്. പെർ മന്ത് നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, മിനിമം 30 ദിവസം എടുക്കുക. അങ്ങനെ 30 ഇൻറ്റു ചെയ്തപ്പോൾ ഒരു മാസം വരുന്നത് 157.8 യൂണിറ്റാണ് ആവശ്യം വരുന്നത്. ഒരു യൂണിറ്റിന് 3.50 പൈസയാണെങ്കിൽ ഇത്ര യൂണിറ്റ് എത്ര വരും എന്നുള്ളതിന് എന്ത് ചെയ്യുക, 3.5നെ ഇത്ര യൂണിറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ റിസൾട്ട് നമുക്ക് എത്ര കിട്ടി, 552 രൂപ കിട്ടി. അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, ഇമ്പിഡൻസ് ആൻഡ് പവർ ഫാക്ടർ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ വസ്തുവിനുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസ് ദ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. അതായത് ഏതൊരു വസ്തുവും അതിലൂടെയുള്ള കറണ്ട് ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ കഴിവിന് നമുക്ക് എന്ത് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറയാം.
ഇനി റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ഇൻഡക്ടർ ഈസ് നോൺ ആസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ കപ്പാസിറ്റർ ഈസ് നോൺ ആസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സൽ എന്ന ഇതിലാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് സൂചിപ്പിക്കുന്നത് എക്സ് സി ആയിട്ടാണ്. ഇനി ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലാം ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ആകെ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ടാണ് ഓർ കമ്പോണൻ്റാണ് ടു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എറൈസിങ് ഫ്രം ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓമിക് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഉള്ള സർക്യൂട്ടിൻ്റെ ആകെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് സെറ്റ് സമം √R² പ്ലസ് x² ആവാം. എക്സ് എന്ന് പറഞ്ഞത് എന്താവാം? XL ആവാം, XC ആവാം. അതായത് XL മൈനസ് XC ആവാം, അല്ലെങ്കിൽ XC മൈനസ് XL ആവാം. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആകെ റെസിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ഇമ്പിഡൻസ് ആണ്. R/Z നമുക്ക് എന്ത് പറയാം? പവർ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലമാണ് ഫൈൻഡ് ഫ്രം ദ ഗിവൺ സർക്യൂട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് I. നമ്മളെ കിർച്ചോഫിൻ്റെ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും തുല്യമായിരിക്കും എന്നുള്ളത്. ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്, ഇവിടേക്ക് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇതൊരു വരുന്ന കറണ്ടാണ് 0.2 ആംപിയർ. അതുപോലെ ഒരു വരുന്ന കറണ്ടാണ് 0.6 ആംപിയർ. അതുപോലെ കറണ്ടാണ് 0.7 ആംപിയർ. അതായത് നമ്മൾ ഉള്ളിലേക്ക് വരുന്നതെല്ലാം എന്താണ്? ഇൻകമ്മിങ് കറണ്ടാണ് കേട്ടോ. ആരോഗ്യ ഉള്ളിലേക്ക് കാണിക്കുന്നതെല്ലാം ഇൻകമ്മിങ് കറണ്ടാണ്. അപ്പോൾ ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 0.2 പ്ലസ് 0.6 പ്ലസ് 0.7. അപ്പോൾ എത്ര കിട്ടി? 1.5 ആംപിയർ കിട്ടി. ഇനി അതേപോലെ നമ്മൾ ആ ജംഗ്ഷനിൽ പോകുന്ന കറണ്ടാണ് ബാക്കിയുള്ള കറണ്ടെല്ലാം 0.4 പ്ലസ് 0.5 പ്ലസ് I. അപ്പോൾ എത്ര കിട്ടി? 0.9 പ്ലസ് I. നോക്കൂ, ആ ആരോഗ്യം നോക്കിയാൽ മതി. പുറത്തേക്കുള്ള ആരോഗ്യം എന്താണ്? കറണ്ട്, പോകുന്ന കറണ്ട്. ഉള്ളിലേക്കുള്ള ആരോഗ്യം എന്താണ്? ഇൻകമ്മിങ് കറണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് KCL പ്രകാരം നമുക്കറിയാമല്ലോ, ഇൻകമ്മിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 1.5 ഈസ് ഈക്വൽ ടു 0.9 പ്ലസ് I ആണ്. അപ്പോൾ I കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 1.5 0.9 ആണ് കുറച്ചാൽ മതി. ഉത്തരം എത്ര കിട്ടി? 0.6 എന്ന് കിട്ടി. ഓക്കെ, കറണ്ട് ആയതുകൊണ്ട് യൂണിറ്റ് എന്ത് കൊടുക്കുക? ആംപിയർ എന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ KCL എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. സീരീസും പാരലൽ കണക്ഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. പാരലൽ സർക്യൂട്ട് പറഞ്ഞാൽ എന്താണ്? പാരലായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ സീരീസ് സർക്യൂട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലോഡിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ സമ്മായിരിക്കും. അതായത് V = V1 + V2 + V3. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? IR1 ആയിരിക്കും. V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IR2 ആയിരിക്കും. V3 പറഞ്ഞാൽ എന്താണ്? IR3 ആയിരിക്കും. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ നേരെ വിപരീതമാണ്. നമ്മൾ കൊടുക്കുന്ന ഈ സപ്ലൈ വോൾട്ടേജ് നമുക്ക് ഓരോ ലോഡിൻ്റെ അക്രോസും കിട്ടും. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ് സ്പ്ലിറ്റ് ആയിട്ട് പോവുക. I1, I2, I3 പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിഫറൻ്റ് ആയിട്ട് പോകും. നമ്മൾ വീടാണെങ്കിൽ എവിടെ തന്നെ ഏതൊരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന വയറിംഗ് എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യും? ഓരോ ലോഡിനും നല്ല ഒരേപോലത്തെ വോൾട്ടേജ് അവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ സീരീസ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ സമ്മം എന്ന് പറഞ്ഞാൽ R1 + R2 + R3 ആയിരിക്കും. പാരലൽ സർക്യൂട്ട് ആണെങ്കിലോ 1/R1 + 1/R2 + 1/R3 ആയിരിക്കും. ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എപ്പോഴും ഹൈ ആയിരിക്കും സീരീസ് സർക്യൂട്ടിൽ, എന്നാൽ ലോ ആയിരിക്കും പാരലൽ കണക്ഷനിൽ. ഇതാണ് സീരീസ് പാരലൽ കണക്ഷൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്.
അടുത്തതായി നമുക്ക് രണ്ടാമത്തെ മോഡലിലേക്ക് പോവാം. രണ്ടാമത്തെ മോഡലിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡി സി മോട്ടർ. ലിസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഓഫ് ഡി സി മോട്ടർ. ഡി സി മോട്ടറിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് ഇലക്ട്രിക് ട്രാക്ഷന്, ക്രെയിന്, എലവേറ്റർ, റോളിംഗ് മില്ല്, കൺവെയർ, അതുപോലെ ബ്ലോവർ. ഒരു ഡി സി മോട്ടറിൻ്റെ അപ്ലിക്കേഷൻസ് 1 മാർക്കിനും ചോദിക്കുക അഥവാ 3 മാർക്കിനും ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ് ഷോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ ഓൺ ദ ബേസിസ് ഓഫ് ഫീൽഡ് വൈൻഡിങ് ഇൻ സ്കീമാറ്റിക് ഡയഗ്രാം. നമ്മളെ ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് കണക്ഷൻ പ്രകാരം ഡി സി മോട്ടറിനെ 4 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ, ഒന്ന് സീരീസ് മോട്ടർ, ഒന്ന് ഷണ്ട് മോട്ടർ, ഒന്ന് കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ നമ്മൾ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സെപ്പറേറ്റഡ് ആണ്. രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ. എന്നാൽ ഡി സി സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ അതിന് ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരേ കറണ്ട് തന്നെ ആയിരിക്കും രണ്ടിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെ സീരീസ് മോട്ടർ എന്ന് പറയുന്നു. ഷണ്ട് മോട്ടർ പറഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും പാരലായി കൊടുത്തിട്ട് അതിക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് മോട്ടർ പറഞ്ഞാൽ കുറച്ച് വൈൻഡിങ് ഷണ്ടായിട്ടും കൊടുക്കും, കുറച്ച് വൈൻഡിങ് സീരീസ് ആയിട്ടും കൊടുക്കും. അപ്പോൾ സീരീസും ഷണ്ടായിട്ടും ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് മോട്ടോർ. അടുത്ത ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ചോദ്യമാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഡി സി മോട്ടർ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. അപ്പോൾ 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ ചിത്രം അതുപോലെ വരച്ച് പിടിക്കുക. ഓരോ മെയിൻ ഭാഗങ്ങൾ നോ വോൾട്ട് കോയിലുണ്ട്, പിന്നെന്താണ് സ്പ്രിങ് ഉണ്ട്, ഓവർലോഡ് റിലീസ് ഉണ്ട്, സ്റ്റാർട്ടർ ഹാൻഡിലുണ്ട്, സ്റ്റോപ്പ് അയൺ പീസ്, സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ്, എ സി സപ്ലൈ, ഒരു ഫീൽഡ് വൈൻഡിങ്, ഒരു ആർമേച്ചർ വൈൻഡിങ് ഒക്കെ. അപ്പോൾ ചിത്രം നോക്കി വരച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ഈ 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ മെയിൻ ഭാഗങ്ങൾ പറയുന്നത് ഒന്നാണ് ഹാൻഡിലും അതുപോലെ ഒന്ന് എന്താണ് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മോട്ടറിലേക്ക് ആദ്യം തന്നെ കൊണ്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ മോട്ടർ ഡാമേജ് ആവും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ നമ്മൾ മെല്ലെ നീക്കിയിട്ട് 1 എന്നുള്ള പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഈ സപ്ലൈ എന്ത് ചെയ്യും, ഹാൻഡിൽ മുഖേന ഇത്രയും റെസിസ്റ്ററിലൂടെ പോയ ശേഷമാണ് എവിടേക്ക് വരുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിലേക്കും ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ എത്തുന്നത്. അങ്ങനെ നമ്മൾ ഗ്രാജുവലി ഈ പൊസിഷൻ 2ലേക്ക് പോകുമ്പോൾ R1 എന്നുള്ള റെസിസ്റ്റൻസ് അവിടെ കട്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ 3ലേക്ക് പോകുമ്പോൾ എന്താണ് R2 എന്നുള്ള റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി മെല്ലെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റൺ എന്ന പൊസിഷനിൽ എത്തുമ്പോഴേക്കും അത്രയും റെസിസ്റ്റൻസ് കുറയുകയാണ്. അങ്ങനെ സ്റ്റാർട്ടിംഗ് സമയത്ത് കുറച്ചുകൊണ്ട് പിന്നെ കൂട്ടിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സോഫ്റ്റ് അയൺ പീസ് എന്ത് ചെയ്യും, ഇവിടെ കിടക്കുന്ന ഈ നോ വോൾട്ട് കോയിലിൽ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്ത് വെക്കും. ഇനി എന്തെങ്കിലും കേസിൽ സപ്ലൈ ഫെയിലിയർ ആവുക അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യുക, ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ഈ ഹാൻഡിൽ പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നത്. ഇതാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. നമുക്കറിയാം സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലൈൻ കറൻറ്റും ഫേസ് കറൻറ്റും തുല്യമായിരിക്കും. എന്നാൽ ലൈൻ വോൾട്ടേജ് VL √3 VPH ആണ് എവിടെ സ്റ്റാർ കണക്ഷനിൽ. എന്നാൽ ഡെൽറ്റ കണക്ഷൻ ആകുമ്പോഴോ നേരെ തിരിച്ചാണ്. ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആണ്. ഇവിടെ ലൈൻ കറൻറ്റ് IL √3 IPH ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഈ വൈൻഡിങ് കണക്ഷൻ എന്തായിരിക്കും, സ്റ്റാർ കണക്ഷനിലേക്കാണ് പോവുക. എപ്പോഴാണോ മോട്ടർ ഒരു 80% സ്പീഡ് അറ്റൈൻ ചെയ്തത് ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റാർട്ടർ നമുക്ക് എന്ത് ചെയ്യാം, റൺ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ആ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഈ വൈൻഡിങ് നേരെ ഡെൽറ്റ കണക്ഷനിലേക്ക് മാറുകയാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കണക്ഷൻ മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനാണ് അവിടെ പറ്റുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വോൾട്ടേജ് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജിൻ്റെ √3 റെഡ്യൂസ് ചെയ്യാനും ഇവിടെ സാധിക്കുന്നുണ്ട്. അതായത് ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3 ആണല്ലോ. അപ്പോൾ അത്രയും ഫേസ് വോൾട്ടേജ് കുറഞ്ഞ് കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് വർക്കിംഗ് ഓഫ് DC മോട്ടർ. എന്താണ് DC മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, DC മോട്ടറിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് DC മോട്ടറിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഈ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് കാരണമാണ് മോട്ടറിൻ്റെ ആർമേച്ചർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ആ മോട്ടോറിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കോയിൽ ഓഫ് വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെൻ കറണ്ട് ഫ്ലോസ് റീസ് കോയിൽ, എപ്പോഴാണോ കറണ്ട് അതിലൂടെ ഒഴുകുന്നത് അവിടെ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർമനൻ്റ് ആവാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവിടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാനും ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനും നടക്കുന്നു. അപ്പോൾ ഡി സി മോട്ടറിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ എ കറണ്ട് കാരി കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലാന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. മെയിനായിട്ട് 3 തരത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ വരുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതാണ് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഓക്കെ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് 3 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയാണ് EMF ഇക്വേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. EMF ഇക്വേഷൻ. അപ്പോൾ EMF ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആണ്, N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി ആണ്, Φm എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഇൻ കോറാണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻ ഹെഡ്സ് ആണ്. അപ്പോൾ നോക്കി നോക്കും, ഈ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കാൽ ഭാഗത്തും, അതായത് ഒരു സൈക്കിളിൻ്റെ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളാണ്. അതിൻ്റെ ഓരോ കാൽ ഭാഗങ്ങളിലുമാണ് എന്ത് വരുന്നത്, ആ ഒരു മാക്സിമം നമുക്ക് എന്ത് ചെയ്യുന്നത് EMF കിട്ടുന്നത്. അവിടെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Φm ഡിവൈഡ് ബൈ 1/4f ആണ്. അതായത് 4f Φm വെബാണ് കിട്ടുന്നത്. ആവറേജ് EMF പെർ ടേൺ എന്ന് പറഞ്ഞാൽ 4f Φm വോൾട്ടാണ്. ഫോം ഫാക്ടർ നമുക്ക് അറിയണമാണല്ലോ 1.11 ആണ്. അപ്പോൾ RMS വാല്യൂ ഓഫ് EMF പെർ ടേൺ എന്ന് പറഞ്ഞാൽ 1.11 ഇൻറ്റു 4f Φm ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4.44 f Φm വോൾട്ട് എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ആണ് 4.44 f N1 Φm എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത്. ബേസിക്കായിട്ട് ഇത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഓവർ പോയിൻറ്റ്സ് പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ വരുന്നൊരു ചോദ്യമാണ് വർക്കിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ? ഓട്ടോ എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഓട്ടോ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. അപ്പോൾ ആകെ ഒരു വൈൻഡിങ് മാത്രമുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം നമുക്ക് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ചിത്രം. ഇപ്പോൾ AB എന്നുള്ളത് ഒരൊറ്റ വൈൻഡിങ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിൽ C എന്നൊരു മാർക്കിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ തന്നെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒന്ന് തന്നെ ആവുന്നൊരു കേസ് ഉണ്ട്. പ്രൈമറി വൈൻഡിങ് തന്നെയാണ് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ പറയുന്ന പേരാണ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇവിടെ AB എന്നുള്ളതാണ് പ്രൈമറി വൈൻഡിങ്. അതിൻ്റെ ഫുൾ ടേൺസ് നമുക്ക് എന്ത് കൊടുക്കുക, N1 എന്ന് പറയാം. AB എന്നുള്ളത് N1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വൈൻഡിങ്ങിൽ നിന്ന് ടാപ്പ് ചെയ്യാണ്. C എന്നുള്ള പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ടാപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന BC എന്നുള്ള വൈൻഡിങ് എന്തായിരിക്കും മാറുകയാണ്, N2 ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V1 എവിടെയാണ് കൊടുക്കുന്നത്, V1 ABക്ക് കൊടുക്കുമ്പോൾ നമുക്ക് V2 എവിടെ കിട്ടും, V2 BCൻ്റെ അക്രോസ് ആയിട്ട് കിട്ടും. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്ക് വൈൻഡിങ് വേണമെങ്കിൽ ഒന്നുകൂടി മോളിക്കായി കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഇത്രയും BCയിൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ C എന്ന ടെർമിനൽ എവിടെയാണോ ടാപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ലോഡിക്കുള്ള വോൾട്ടേജും മാറ്റം വരും. ഓട്ടോ ട്രാൻസ്ഫോമർ പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ്ങിന് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വൈൻഡിങ് ട്രാൻസ്ഫോമറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കുന്ന 2 സബ്ജക്റ്റുകൾ, ഒരേപോലെ സബ്ജക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫിസിക്കൽ കോണ്ടാക്ട് നടക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റേഡിയേഷനോ റേഡിയേഷനോ മറ്റോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ. അതായത് സ്പേസിലെ മാറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിത് റേഡിയേഷൻ സാധിക്കുന്നുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യൽ, റേഡിയേഷൻ നടത്താറുള്ളത്. അടുത്തായി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്താണ്? സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ പറഞ്ഞാൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ.
അല്ലെങ്കിൽ ചിത്രത്തിൽ കാണിച്ച പോലെ കാണിക്കാം. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വൈൻഡിങ് ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഒരു അയൺ കോറിന് 2 ലിമ്പിൽ 2 കാലിൽ 2 ലിമ്പിലൊക്കെ ആയിട്ട് നമ്മൾ 2 വൈൻഡിങ് കണക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരു വൈൻഡിങ്ങിക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, ഒരു വൈൻഡിങ്ങിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഡും കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സ്ട്രക്ചറിൽ സപ്ലൈ കൊടുത്തിട്ടുള്ള വൈൻഡിങ് നമ്മൾ എന്ത് പറയാം, പ്രൈമറി വൈൻഡിങ് എന്നും പറയാം. ലോഡ് കൊടുത്തിട്ടുള്ള വൈൻഡിങ് നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി വൈൻഡിങ് എന്നും പറയാം. 2 വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമർ പറയുന്ന പേരാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഇനി നമ്മളിവിടേക്ക് ഈ സപ്ലൈ കൊടുക്കുന്നതിലേക്ക് ഒരു അൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള സപ്ലൈ ആണ് കൊടുക്കുന്നത് വെച്ചാൽ അവിടെ എന്തുണ്ടാവും, അതിൽ ഒരു അൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ അൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ത് ചെയ്യും, സെക്കൻഡറിയിലുള്ള വൈൻഡിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഷോർട്ട് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഒഴുകും, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു EMF ക്രിയേറ്റ് ചെയ്യും. EMF അല്ലെങ്കിൽ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഇനി പ്രൈമറി വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ സെക്കൻഡറി വോൾട്ടേജ് ആണെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. ഇനി പ്രൈമറി വോൾട്ടേജിനേക്കാൾ കുറവാണ് സെക്കൻഡറി വോൾട്ടേജ് എന്നതിന് എന്ത് പറയാം, സ്റ്റെപ്പ് ഡൗൺ എന്നും പറയാം. 2 തരത്തിലാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുണ്ട്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോർ ടൈപ്പ് ആൻഡ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ കോർ ടൈപ്പും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, കോർ ടൈപ്പും ഷെൽ ടൈപ്പും. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവാം ഇവിടെ എങ്ങനെയാണ് വൈൻഡിങ്സ് എല്ലാം അതിൽ കോയിലിൻ്റെ ലിമ്പിലാണ്, കോറിൻ്റെ ലിമ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ലിമ്പ് എന്ന് പറയുന്നത്. ലിമ്പ് 1 ആണെങ്കിൽ ഇത് ലിമ്പ് എന്താണ്, 2 ആണ്. എന്നത് സെൻട്രൽ ലിമ്പിൽ മാത്രമാണ് എന്തിട്ടുള്ളത്, ഷെൽ ടൈപ്പിൽ വൈൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ ആരോഗ്യം കാണിച്ചിട്ട് പക്ഷേ ഇവിടെ ആണെങ്കിലോ മാഗ്നറ്റിക് ഫ്ലക്സിന് 2 പാത്ത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഹൈ വോൾട്ടേജ് ലെവലിനെയാണ് ഉപയോഗിക്കുക, കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. ലോ വോൾട്ടേജ് ലെവലിന് വേണ്ടിയിട്ടാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. എഫിഷ്യൻസി കുറവായിട്ടുള്ള ട്രാൻസ്ഫോമറാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി ഹൈ ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷനും കോർ ടൈപ്പിന് കുറവായിരിക്കും. എന്നാൽ അത് കമ്പാരിറ്റീവ്ലി ഷെൽ ടൈപ്പിന് എന്താണ്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഹൈ ആണ്. ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ് വൈൻഡിങ് ആണ് കോർ ടൈപ്പിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സാൻഡ്വിച്ച് ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഷെല്ലും കോറും തമ്മിലുള്ള വ്യത്യാസം. ചിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളതേ ഉള്ളൂ. അടുത്തായിട്ട് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്, മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ. അത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദ്യം നോക്കി നോക്കും, ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്. നമുക്ക് ഏത് കപ്പാസിറ്ററിൻ്റെ പേര് വേണമെങ്കിലും പറയാം. ഒരുപാട് കപ്പാസിറ്റർ ഉണ്ട്, പേപ്പർ കപ്പാസിറ്റർ ഉണ്ട്, മൈക്ക കപ്പാസിറ്റർ ഉണ്ട്, ഫില്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, സെറാമിക് കപ്പാസിറ്റർ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഏതെങ്കിലും 2 കപ്പാസിറ്ററിൻ്റെ പേര് മാത്രം അവിടെ എഴുതിയാൽ മതി. ഇനി അടുത്തതായിട്ട് 3 മാർക്കിന് 1 മാർക്കിന് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഡ്രോ ദ വേവ് ഫോം ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ നമ്മൾ എന്താണ് റെക്ടിഫയർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെക്ടിഫയർ പറഞ്ഞാൽ AC-നെ DC ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-ൻ്റെ ഫുൾ വേവ് ഫോം നമുക്കറിയാലോ, ഒരു സൈക്കിളാണ്. ആ സൈക്കിളിൽ ഓരോ ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു റെക്ടിഫയറാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ളത്. അപ്പോൾ AC-നെ ഫുൾ വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ ഏതെങ്കിലും ഒരു സൈക്കിൾ മാത്രം ഔട്ട്പുട്ട് കിട്ടുകയും മറ്റേ സൈക്കിൾ ഔട്ട്പുട്ട് ഇല്ലാതെ ബ്ലാങ്ക് ആക്കി ഇട്ടാലും മതി. അതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അപ്ലിക്കേഷൻ ഓഫ് SCR. SCRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. അത് ചോപ്പർ സർക്യൂട്ടിൽ റെക്ടിഫയറിൽ സ്വിച്ച് ആക്ട് ചെയ്യുന്നുണ്ട്, മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് SCR പറഞ്ഞാൽ ചോപ്പർ, റെക്ടിഫയർ, സ്വിച്ച്, സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടോർ. ഇനി നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് വേറെ ചോദ്യമാണ് ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സാണ്. അതിൽ പലതും നമുക്ക് എഴുതാം. ഒന്ന് എന്താണ്, ഫിക്സ് റെസിസ്റ്റർ ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്, കാർബൺ കോമ്പോസിറ്റ് റെസിസ്റ്റർ ഉണ്ട്, മെറ്റൽ ഫിലിം റെസിസ്റ്റർ ഉണ്ട്, കാർബൺ ഫിലിം റെസിസ്റ്റർ ഉണ്ട്, വയർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് വർക്കിംഗ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡാണ് ഇൻ ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ. ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് PN ജംഗ്ഷൻ, Pയും Nഉം. അപ്പോൾ ഈ P ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഏറ്റവും കൂടുതലുണ്ടാവുക ഹോൾസ് ആയിരിക്കും.
എൻ ടൈപ്പിൽ എപ്പോഴും കൂടുതലുണ്ടാവുക ഇലക്ട്രോൺസ് ആയിരിക്കും. നമുക്കറിയാം ഹോൾസിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സെമി കണ്ടക്ടറിലേക്ക് ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ പീൻ്റെ അവിടെ പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും എന്നിൻ്റെ അവിടെ നെഗറ്റീവ് ടെർമിനലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന ഹോൾസിന് ആൾറെഡി എന്ത് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ലൈക്ക് ചാർജ് വന്നാൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് വന്നാൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഹോൾസൊക്കെ എന്ത് ചെയ്യും, എന്നിലേക്ക് പോകും. അങ്ങനെ എന്ന് വഴി എന്ത് ചെയ്യും, നെഗറ്റീവ് ടെർമിനലിലേക്ക് വരാൻ ശ്രമിക്കും. അതുപോലെ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ കിടക്കുന്ന ഇലക്ട്രോൺസ് മൊത്തം എന്ത് ചെയ്യും, ഈ ഡിപ്ലീഷൻ റീജിയനിൽ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, പി ടൈപ്പിൽ സെമി കണ്ടക്ടറിലേക്ക് വരാനും ശ്രമിക്കും. അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ്റെ ആ ഒരു വിഡ്ത്ത് കുറയുകയും തൽഫലമായിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ നടക്കുകയും ചെയ്യും. അതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ നടക്കുന്നത്. ഓക്കെ, അടുത്തായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ബ്ലോക്ക് ഡയഗ്രം ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്. ഇലക്ട്രിക് ഡ്രൈവിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഉണ്ടാവും, അത് എ സി അല്ലെങ്കിൽ ഡി സി ആവാം. അത് പവർ മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. ദെൻ അതാണ് മോട്ടോറിലേക്കും, മോട്ടോറിൽ നിന്ന് തുടർന്ന് ലോഡിലേക്കും പോകുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ആ മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്ത് നമ്മൾ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ട് ആ കൺട്രോൾ യൂണിറ്റ് മുഖേന നമ്മൾ എന്ത് ചെയ്യും, പവർ മോഡുലേറ്ററിൽ മാറ്റം വരുത്തുന്നു. അതിന് വേണ്ട ഇൻപുട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രം ഇലക്ട്രിക് ഡ്രൈവിൻ്റെ. ജസ്റ്റ് ടേംസ് ഓർത്താൽ മതി. ഒരു സപ്ലൈ ഉണ്ട്, ഒരു പവർ മോഡുലേറ്റർ ഉണ്ട്, മോട്ടോർ ലോഡിലേക്ക് പോകുന്നു. ഇനി മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് സെൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻസിങ് യൂണിറ്റും, ആ സെൻസിങ് യൂണിറ്റ് ഉപയോഗിച്ച് ഈ പവർ മോഡുലേറ്ററിനെ പുറത്തുനിന്ന് ഇൻപുട്ട് എടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസിങ് ഡയോഡ്. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ സിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എ ടെർമിനൽ എന്തായിരിക്കും, പോസിറ്റീവും, സി ടെർമിനൽ എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. എ ടെർമിനൽ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എന്ത് ചെയ്യും, D1 പോവും. D1 പോയി ലോഡിലേക്ക് പോവും. ലോഡിലൂടെ പോയി എന്ത് ചെയ്യും, D3 കടന്ന് നേരെ സപ്ലൈയിലേക്ക് തിരിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് കറണ്ട് D4 പോകാത്തത് വെച്ചാൽ D4 എന്ന ഡയോഡ് അവിടെ റിവേഴ്സ് ബയാസിലാണ് ഇരിക്കുന്നത്. ഇതാണ് ആ സർക്യൂട്ടിൻ്റെ പാത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഔട്ട്പുട്ട് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ സീൻ്റെ അവിടെ പോസിറ്റീവും വരും, എൻ്റെ അവിടെ എന്ത് ചെയ്യും, നെഗറ്റീവും വരും. ആ സമയത്ത് എന്ത് ചെയ്യും, സപ്ലൈ വരും. സപ്ലൈ വന്നിട്ട് എന്ത് ചെയ്യും, D3 അവിടെ റിവേഴ്സ് ബയാസാണ്, അതുകൊണ്ട് D2 പോകും. D2 പോയി ലോഡിലൂടെ പോയി തിരിച്ചെന്ത് ചെയ്യും, D4 വന്ന് D4 തിരിച്ച് സപ്ലൈയിലേക്ക് വരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ലഭിച്ചു. ഇതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.